ആരെ കാണാനാ നീ പോകുന്നത്? ആരുടെ മുറിയിലേക്കാണെന്ന് നേർക്ക് നോക്ക്. മത്തായി 13:53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ കേൾക്കട്ടെ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തു വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ഷിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവനിതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. പൊക്കോ. നിക്ക്. അത്താഴത്തിന് എല്ലാവരും ഇരിക്കുമ്പോ സിസ്റ്റർ എവിടെയായിരുന്നു? പള്ളിയിൽ. ഈശോ സിസ്റ്ററിന്റെ മാത്രമാണോ? സിസ്റ്ററിന് മാത്രമായിട്ട് ഒരു നിയമവും ഇല്ല ഇവിടെ. ഈ വിനയം അനുസരണയാണോ അതോ അഹങ്കാരമാണോ? സിസ്റ്റർ, സിസ്റ്റർ, എന്ത് പറ്റി സിസ്റ്റർ? ഇന്ന് അതല്ല നീ ചോദിക്കാൻ വന്നത്. നിനക്ക് എന്താണ് അറിയേണ്ടത്? നിനക്ക് എന്താണ് അറിയേണ്ടത്? കപ്ലോനച്ഛൻ എത്തിയോ? അമ്മേ, ഞാനാണ് സിസ്റ്റർ എൽസിറ്റ. വാ, കുളിക്കണ്ടേ? ആ, എഴുന്നേക്ക്. അമ്പടി സൂത്രക്കാരി. വാ, എഴുന്നേക്ക്, കുളിക്കണ്ടേ? വാ, എഴുന്നേക്ക്. പതുക്കെ വാ. സൂക്ഷിച്ച് ഇരുന്നോ. മെല്ലെ. അയ്യോ, ഞാൻ ചെയ്തോളായിരുന്നല്ലോ. അടുക്കളപ്പണിക്ക് ശേഷം ഞാനിത് പതിവ്. ഇന്നയാളെ ഇതൊക്കെ ചെയ്യാവുന്നുണ്ടോ? ഇനി മുതൽ ഞാൻ ചെയ്തോളാം. നമ്മുടെയൊക്കെ അമ്മയല്ലേ.
ചെടുത്തി പൊയ്ക്കോ. ആ എല്ലാരും അവസാനം വരേണ്ട സ്ഥലം. സെമിത്തേരിയിൽ എന്നും വരണം. അഹങ്കാരം ഇല്ലാതാവും. നിനക്ക് ഈശോയോട് തീരാത്ത സ്നേഹമുണ്ട്. അതുകൊണ്ടാ നിനക്ക് എന്നെ സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ കഴിയുന്നത്. ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാക്കി തരാനാണെന്ന് കേട്ടിട്ടുണ്ട്. സാത്താന്മാരാ രണ്ടായിട്ടേ നടക്കൂ. രണ്ടുപേർ തമ്മിലുള്ള വിദ്വേഷത്തെക്കാൾ നല്ലതല്ലേ അമ്മേ രണ്ടുപേർ തമ്മിലുള്ള സ്നേഹം? കപ്പളോൻ അച്ഛന് പൂക്കള് വലിയ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് മോള് പൂ പറിച്ചു തരുമോ? വേഗം മോളെ, കപ്പളോനച്ഛനെ സ്വീകരിക്കാനുള്ളതാ. വേഗം മോളെ, വേഗമാട്ടെ. മോളെ, അയ്യോ അമ്മേ, മോളെ, അമ്മേ, അയ്യോ എന്താ പറ്റിയേ? മാറി നിൽക്ക്. പതുക്കെ. പതുക്കെ മതി. സൂക്ഷിച്ച് ഇവിടെ ഇരിക്കെ. നിനക്കൊക്കെ പുണ്യാളത്തെ ചമഞ്ഞാ മതി. മറുപടി പറയേണ്ടതേ ഞാനാ. വികാരി അച്ഛനും പ്രവിശ്യാളമ്മയും ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയേണ്ടത്? അങ്ങോട്ട് കൊണ്ടുപോ. ജീവിതത്തിന്റെ വ്യർത്ഥത, അർത്ഥശൂന്യത, ഇത്ര ഉരുവട്ടോണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നാ മതി. സിസ്റ്റർ, മനസ്സും ശരീരവും അവിടത്തേക്ക് മാത്രം സമർപ്പിച്ച് മണവാട്ടികളായവരാണ് നമ്മൾ. സിസ്റ്റർ എങ്ങനെ ഒരു ശിരോവസ്ത്രം? കൈകൊണ്ട്. മോളെ മോളേന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും റോസലിൻ സിസ്റ്ററിനെ. സിസ്റ്റർ ചെല്ലാതെ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. മദറിനും വാശിയാവും, പട്ടിണിക്കിടും. ഈശോയെ, പാപം ചെയ്തു പോയല്ലോ ഞാൻ. സിസ്റ്ററെ, ഇതെങ്ങനെയുണ്ട്? ചുരത്താനുള്ള ഒരു ഉപകരണം മാത്രമാണത്. കർത്താവിന്റെ മണവാട്ടിക്ക് അതിന്റെ ആവശ്യമില്ല. മുറിച്ച് കളയട്ടെ? ഈശോ പലരിലൂടെയും സംസാരിക്കും, പല അടയാളങ്ങൾ തരും. നാം അത് തിരിച്ചറിയണം. എന്റെ പൊന്ന് സിസ്റ്ററെ, കന്യാസ്ത്രീ ആയാലും മറ്റാരായാലും പ്രസവിക്കാത്തവളെ എന്തോ ബാക്കി വെച്ചവൾ എന്ന മട്ടിലാ സമൂഹം കാണുന്നത്. പഴകിയ നിയമവും ആചാരവും ഒക്കെ മാറണം. എത്ര ജന്മങ്ങൾ ഇതിനകത്തുനിന്ന് അരകിച്ച് അവസാനിച്ചു. അടച്ചിട്ട മുറിയിലിരിക്കുന്ന ആ സിസ്റ്റർ ഉണ്ടല്ലോ, വികൃതമായി പോയി. പൊള്ളിച്ചതാ, മറ്റാരുമല്ല, സ്വയം. എന്തിന്? കുഞ്ഞെ, നീ പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. കളർ ഡ്രസ്സുകൾ ഇടാൻ എനിക്ക് എന്നും ആവേശമായിരുന്നു.
ആരാ ഈ വാതിൽ തുറന്നത്? ഞങ്ങളോട് ക്ഷമിക്കണമേ. ആരാ ഇതിനുള്ളില്? ദയാപൂർവം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. എലിസബത്തെ, ഈ അഹംഭാവം കാണാൻ വികാരിയച്ഛൻ ഉണ്ടാവണമായിരുന്നു. നീ ആരാണെന്ന് നിന്റെ വിചാരം? ഞങ്ങളുടെയൊക്കെ പാപത്തിന്റെ മധ്യസ്ഥത ഏറ്റെടുക്കാൻ നീ ആരാ? നിന്റെ ആജ്ഞാനുവർത്തിയാണോ ഈശോ? റോസ്ലിൻ സിസ്റ്ററെ ശുശ്രൂഷിക്കാൻ മദർ എന്നെ അനുവദിക്കണം. വാ. എൽസറ്റെ, ഡോക്ടർ അച്ഛൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡോക്ടർ അച്ഛൻ കാണട്ടെ നിന്റെ ഈശോയെ. ഗുഡ് ഗുഡ് ഗുഡ്. അല്ല, നീ 3-ാം സ്ഥാനം പ്രയോഗിച്ചു എന്നറിഞ്ഞു. ചാട്ടവാറടി. കണ്ണു നോക്കട്ടെ. വായ തുറക്ക്. നാവ് നീട്ടിക്ക്. ആ. എനിക്ക് അസുഖമൊന്നുമില്ല അച്ഛോ. നിന്നെ പോലെ കളങ്കമില്ലാത്തവൾ ഈ പ്രൊവിൻഷ്യലില്ല. സാത്താന്റെ കണ്ണുകൾ ആദ്യം കണ്ടെത്തുക ഹൃദയശുദ്ധിയുള്ളവരെയാ. സാത്താനെ കരുതിയിരിക്കണം. സിസ്റ്റർ കുമ്പസാരിക്കാറില്ലേ? പാപങ്ങളെല്ലാം ക്രമമായി ഓർത്ത് പശ്ചാത്തപിച്ച് ഇനി പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. ചെയ്തോളാം.
ആ, എൽസിറ്റ സിസ്റ്റർ ഇത്തവണ കൗൺസിലിലേക്ക് മത്സരിക്കട്ടെ. ഇവിടെ വാടി ഇവിടെ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസ് മറുപടി പറഞ്ഞു. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. സിസ്റ്റർ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തിനാണ് ഈ പൂക്കൾ? എത്ര കുട്ടികളുണ്ടാവും അവളുടെ വയറ്റിൽ? 3 അല്ല 4. എന്ത് രസമായിരിക്കും സ്വന്തം മക്കൾ. സ്വന്തം. ഇതാർക്കും തരില്ല, ആരും മോഹിക്കണ്ട. എന്താണ് കാര്യം? നിനക്കെന്റെ സുഖപ്രസവാശംസകൾ. സിസ്റ്റർ ഒന്ന് നിൽക്കൂ. അവരുടെ മുഖം കണ്ടിരുന്നുവോ? ഗ്യാസ് അടുപ്പിൽ മുഖം വെച്ച് പൊള്ളിച്ചു സ്വയം. സിസ്റ്റർ എന്നറിയപ്പെട്ടത് യൂതിത്ത് എന്നാണ്. സേനാധിപനെ വശീകരിച്ചു കൊന്ന് അസീറിയക്കാരിൽ നിന്ന് ഇസ്രായേലികളെ മോചിപ്പിച്ചവൾ. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ സിസ്റ്റർ വെറും വശീകരിക്കുന്നവൾ മാത്രമായിപ്പോയി. പൊറുതി മുട്ടിയിട്ടാണ് സിസ്റ്റർ ശരീരം വികൃതമാക്കി കളഞ്ഞത്. എന്നെ ഓർക്കുന്നില്ലേ? സിസ്റ്റർ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ ഞാൻ PG ഫൈനൽ ഇയറിനുണ്ടായിരുന്നു RMSൽ. സിസ്റ്റർ PhDയും MPhilലും ഒക്കെ എടുത്തായി പിന്നെ കേട്ടു. സ്കൾച്ചറെങ്കിലും ഡിഗ്രി എടുത്തല്ലോ. ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? ഏതെങ്കിലും കോളേജിൽ എളുപ്പത്തിൽ കിട്ടും സിസ്റ്റർക്ക്. നോവീസൊക്കെ കഴിഞ്ഞ് തന്നെയല്ലേ സിസ്റ്റർ ഇവിടം വരെ എത്തിയത്? കഠിന മിണ്ടടക്കം കണ്ട് ചോദിച്ചു പോയതാണ്. സിസ്റ്റർ ഒന്ന് നിൽക്ക്. വേറൊരു കോൺവെന്റിലായിരുന്നെങ്കിൽ സിസ്റ്ററുടെ ഈ ദിവസം ഇങ്ങനെ ആകുമായിരുന്നില്ല. വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായേനെ. സിസ്റ്ററുടെ നിത്യവ്രത വാർഷിക ദിനമാണല്ലോ ഇന്ന്. എൻ്റെ അഭിനന്ദനങ്ങൾ. ഇന്ന് എൻ്റെ നിത്യവ്രത വാർഷിക ദിനമല്ല, എൻ്റെ വിവാഹ വാർഷിക ദിനമാണ്. എൻ്റെ ഓരോ കുർബാനയും അവിടത്തേക്കുള്ള ആലിംഗനങ്ങളായിരുന്നു. അവിടുന്ന് എനിക്ക് ചാർത്തിയ വിശുദ്ധമായ താലി അതാണിത്. നിന്റെ അധരം ചെന്നൂല് പോലെയാണ്, നിന്റെ മൊഴികൾ മധു ഊറുന്നതാണ്.
നിന്റെ പ്രേമമാകട്ടെ വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളതും. മൂടുപടത്തിനുള്ളിൽ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴപ്പകുതികൾ പോലെയും നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലബനോണിലെ സുഗന്ധദ്രവ്യം പോലെയുമാണ്.